Dear viewers, welcome to my new video. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ടെസ്റ്റിംഗ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ പ്രൊപ്പോർഷൻ ആൻഡ് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ഓർ ടെസ്റ്റിംഗ് ദ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. നമ്മൾ മുൻ വീഡിയോകളിൽ സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും തമ്മിലുള്ള സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ടെസ്റ്റ് ചെയ്തു. രണ്ട് പോപ്പുലേഷൻ മീൻസ് തമ്മിലുള്ള സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ടെസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ പെയർഡ് ടി ടെസ്റ്റും ചെയ്തു. അപ്പോൾ ഈ വീഡിയോയിൽ മീനിനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അതുപോലെ വേരിയൻസിന് പകരം സാമ്പിൾ പ്രൊപ്പോർഷനും പോപ്പുലേഷൻ പ്രൊപ്പോർഷനും തമ്മിലുള്ള സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ആണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ഒരു ലാർജ് പോപ്പുലേഷനിൽ നിന്നും ഒരു സെറ്റ് ഓഫ് സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നു. ആ സാമ്പിൾസിൻ്റെ പ്രൊപ്പോർഷനും അതുപോലെ തന്നെ ലാർജ് പോപ്പുലേഷൻ്റെ പ്രൊപ്പോർഷനും തമ്മിൽ എന്തെങ്കിലും സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ നോർമലി ഡിഫക്റ്റീവ്സിനെയൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാമ്പിൾ പ്രൊപ്പോർഷനും പോപ്പുലേഷൻ പ്രൊപ്പോർഷനും സ്റ്റഡി നടത്തുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്, അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്, ആദ്യത്തെ സ്റ്റെപ്പ് നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ കേസിൽ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ പ്രൊപ്പോർഷൻ ആൻഡ് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ. സാമ്പിൾ പ്രൊപ്പോർഷനെ നമ്മൾക്ക് പി ബാർ എന്ന് വിളിക്കാം, പോപ്പുലേഷൻ പ്രൊപ്പോർഷനെ പി നോട്ട് എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ പ്രൊപ്പോർഷൻ ആൻഡ് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ. ദാറ്റ് ഈസ് പി ബാർ ഈസ് ഈക്വൽ ടു പി നോട്ട്. ദെൻ H1 എന്ന് പറയുന്നത് ദർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ പ്രൊപ്പോർഷൻ ആൻഡ് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ. ദാറ്റ് ഈസ് പി ബാർ നോട്ട് ഈക്വൽ ടു പി നോട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഡിസൈഡിങ് ദ ടെസ്റ്റ് ക്രൈറ്റീരിയൻ ആണ്. അപ്പോൾ ഈ കേസിൽ നമ്മൾ ലാർജ് സാമ്പിൾ ടെസ്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഇസഡ് ടെസ്റ്റാണ് നമ്മളുടെ അപ്ലൈഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ സിൻസ് സാമ്പിൾ സൈസ് ഈസ് ലാർജ്, the test used is Z test. Then നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ്. സോ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കാണാൻ വേണ്ടി നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. Z is equal to P bar minus P naught divided by standard error, where P bar is equal to sample proportion, P naught is equal to population proportion, SC സ്റ്റാൻഡേർഡ് എറർ. ദെൻ സ്റ്റാൻഡേർഡ് എറർ കാണാൻ വേണ്ടി നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാം. സ്ക്വയർ റൂട്ട് ഓഫ് പി നോട്ട് ക്യൂ നോട്ട് ഡിവൈഡഡ് ബൈ എൻ, വേർ ക്യൂ നോട്ട് ഈസ് ഈക്വൽ ടു 1 മൈനസ് പി നോട്ട്. ദെൻ എൻ ഈസ് ഈക്വൽ ടു സാമ്പിൾ സൈസ്. പോപ്പുലേഷനിൽ നിന്നും എത്ര നമ്പർ ആണോ നമ്മൾ സാമ്പിളായിട്ട് സെലക്ട് ചെയ്യുന്നത്, ദാറ്റ് നമ്പർ ഓഫ് സാമ്പിൾ സൈസ് ഈസ് എൻ. Then next step finding the degree of freedom. Z ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റി ആണ്. Then obtaining the table value. So ഡിസയേർഡ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിനും അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനെയും ബേസ് ചെയ്തുകൊണ്ട് ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം. ഇനി ക്വസ്റ്റ്യനിൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല എങ്കിൽ വി യൂസ് 5% ആസ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഇനി ക്വസ്റ്റ്യനിൽ 1% എന്നോ 10% എന്നോ അല്ലെങ്കിൽ 5% എന്നോ പറയുന്നുണ്ടെങ്കിൽ ആ ഗിവൺ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിലാണ് നമ്മൾ ടെസ്റ്റ് നടത്തുന്നത്. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് ടേക്ക് എ ഡിസിഷൻ വെദർ ടു ആക്സെപ്റ്റ് ഓർ ടു റിജക്റ്റ് H0. സോ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ടേബിൾ വാല്യൂ ഓഫ് ഇസഡിനേക്കാൾ കൂടുതലാണെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യും. കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ടേബിൾ വാല്യൂവിനേക്കാൾ ചെറുതാണെങ്കിൽ H0 ആക്സെപ്റ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ ടെസ്റ്റ് പ്രൊസീജിയർ. സോ നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഓൺ ഇൻസ്പെക്ഷൻ ഓഫ് എ റാൻഡം സാമ്പിൾ ഓഫ് 500 items produced by a machine, 30 are found to be defective. Does this justify the assumption that the machine is producing 2% defectives on an average? അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്.
ഇപ്പോൾ ഒരു ഫാക്ടറിയിൽ 500 ഐറ്റംസ് സെലക്ട് ചെയ്തു, ഒരു മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന 500 ഐറ്റംസ് നമ്മൾ ചൂസ് ചെയ്തു. അപ്പോൾ നമ്മുടെ സാമ്പിൾ സൈസ് 500 ആണ്. ആ 500 ഐറ്റംസിൽ 30 ഐറ്റംസ് ഡിഫക്റ്റീവ് ആണ്. സോ അതിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് സാമ്പിൾ പ്രപ്പോർഷൻ, ദാറ്റ് ഈസ് പ്രപ്പോർഷൻ ഓഫ് ഡിഫക്റ്റീവ് എന്ന് പറയുന്നത് 30 ഡിവൈഡഡ് ബൈ 500 ആയിരിക്കും. ഡസ് ദിസ് ജസ്റ്റിഫൈ ദ അസംഷൻ ദാറ്റ് ദ മെഷീൻ ഈസ് പ്രൊഡ്യൂസിങ് 2% ഡിഫക്റ്റീവ്സ് ഓൺ എൻ ആവറേജ് എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ മെഷീൻ 2% ഡിഫക്റ്റീവ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളുടെ പോപ്പുലേഷൻ പ്രപ്പോർഷൻ. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തിസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ആദ്യം നമ്മൾ H0 സെറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ പ്രപ്പോർഷൻ ആൻഡ് പോപ്പുലേഷൻ പ്രപ്പോർഷൻ. ദാറ്റ് ഈസ് ദ മെഷീൻ ഈസ് പ്രൊഡ്യൂസിങ് 2% ഡിഫക്റ്റീവ്സ് ഓൺ എൻ ആവറേജ്. നമ്മൾക്കത് പി ബാർ ഈസ് ഈക്വൽ ടു P0 എന്നുള്ള ആ സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഡിനോട്ട് ചെയ്യാം. ദെൻ H1, there is a significant difference between sample proportion and population proportion. That is, the machine is not producing 2% defectives on an average. That is, P bar not equal to P0. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. H0 അതുപോലെ H1 സെറ്റ് ചെയ്യുക എന്നുള്ളത്. സോ നമ്മൾക്ക് ഓരോ ടേംസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. N 500 ആണ്. പി ബാർ എന്ന് പറയുന്നത് സാമ്പിൾ പ്രപ്പോർഷൻ ആണ്, ദാറ്റ് ഈസ് പ്രപ്പോർഷൻ ഓഫ് ഡിഫക്റ്റീവ്സ്. 500 ഐറ്റംസ് ഒബ്സർവ് ചെയ്തപ്പോൾ 30 ഐറ്റംസ് ഡിഫക്റ്റീവ് ആയിരുന്നു. സോ പി ബാർ ഈസ് ഈക്വൽ ടു 30/500, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.06. ദെൻ P0 എന്ന് പറയുന്ന പോപ്പുലേഷൻ പ്രപ്പോർഷൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ദ മെഷീൻ ഈസ് പ്രൊഡ്യൂസിങ് 2% ഡിഫക്റ്റീവ്സ് ഓൺ ആൻ ആവറേജ് എന്ന് പറഞ്ഞു. So P0 is equal to 2/100, that is 0.02. അപ്പോൾ ഈ കേസിൽ സാമ്പിൾ സൈസ് ലാർജ് ആണെന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് Z ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. ഇതും ഒരു 2-tailed ടെസ്റ്റിൻ്റെ ആപ്ലിക്കേഷനാണ്. കാരണം ക്വസ്റ്റ്യനിൽ എവിടെയും ഇൻക്രീസിനെ കുറിച്ചോ ഡിക്രീസിനെ കുറിച്ചൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. സോ നമ്മൾ അസ്യൂം ചെയ്യുന്നു ഇത് 2-tailed ടെസ്റ്റാണ് ഫോളോ ചെയ്യുന്നത്. ദെൻ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കാണാൻ വേണ്ടി നമ്മൾക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാം. Z ഈസ് ഈക്വൽ ടു P ബാർ മൈനസ് P0 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. സോ സ്റ്റാൻഡേർഡ് എറർ കാണാൻ വേണ്ടി സ്ക്വയർ റൂട്ട് ഓഫ് P0 Q0 ഡിവൈഡഡ് ബൈ N എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യാം. സോ നമ്മൾ ആദ്യം Q0 കണ്ടുപിടിക്കണം. Q0 കണ്ടുപിടിക്കുന്നതിന് വേണ്ടി 1 മൈനസ് P0 എന്നുള്ള ഫോർമുല യൂസ് ചെയ്യാം. സോ P0 0.02 ആണെന്ന് നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. So Q0 is equal to 1 minus 0.02, that is equal to 0.98. Then standard error കാണാൻ വേണ്ടി square root of P0 Q0 divided by N, that is square root of 0.02 into 0.98 divided by 500. അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് എററിൻ്റെ വാല്യൂ 0.0063 എന്നാണ് നമ്മൾക്കിവിടെ കിട്ടുന്നത്. ഇനി ഈ സ്റ്റാൻഡേർഡ് എററിൻ്റെ വാല്യൂ നമ്മൾക്ക് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇസഡ് ഈസ് ഈക്വൽ ടു പി ബാർ മൈനസ് P0 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ, ദാറ്റ് ഈസ് ഈക്വൽ ടു പി ബാർ 0.06 മൈനസ് P0 0.02 ഹോൾ ഡിവൈഡഡ് ബൈ 0.0063, ദാറ്റ് ഈസ് Z is equal to 0.04 divided by 0.0063. So Z ൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. Z is equal to 6.349. സോ Z വാല്യൂ കിട്ടി. ഇനി നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കുന്നു. ഡിഗ്രി ഓഫ് ഫ്രീഡം Z ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇൻഫിനിറ്റി ആണ്. ദെൻ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5%. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഒന്നും പറയാത്തത് കൊണ്ട് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിനെ 5% ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ദെൻ ടേബിൾ വാല്യൂ ഓഫ് ഇസഡ്. ടേബിൾ വാല്യൂ ഓഫ് ഇസഡ് ഫോർ ഇൻഫിനിറ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ടേബിൾ വാല്യൂ 1.96 എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നു. കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ഇസഡും അതുപോലെ തന്നെ ടേബിൾ വാല്യൂ ഓഫ് ഇസഡും
കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ ഡിസിഷനിലേക്ക് എത്തുന്നു. സോ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ഇസഡ് 6.349 ഈസ് ഗ്രേറ്റർ ദാൻ ദ ടേബിൾ വാല്യൂ 1.96 at a 5% level of significance for infinite degree of freedom. സോ കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ കൂടുതലായതുകൊണ്ട് വി റിജക്റ്റ് എച്ച് നോട്ട് ആൻഡ് ആക്സെപ്റ്റ് H1. അപ്പോൾ എച്ച് നോട്ടിനെ റിജക്റ്റ് ചെയ്യുന്നു. സോ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ മെഷീൻ ഈസ് നോട്ട് പ്രൊഡ്യൂസിങ് 2% ഡിഫക്റ്റീവ്സ് ഓൺ ആൻ ആവറേജ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ. ഇനി നമ്മൾ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്: ഓഫ് 500 people selected at a random from a town, 275 are drinkers of tea and others are drinkers of coffee. On the basis of these findings, can you conclude that tea and coffee are equally popular in that town? അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 500 പീപ്പിളിനെ, അതായത് ഒരു ടൗണിൽ നിന്നും 500 പേരെ സെലക്ട് ചെയ്തു. ആ 500 സാമ്പിൾസ് സെലക്ട് ചെയ്തപ്പോൾ 275 പേര് ടീ ഡ്രിങ്കേഴ്സ് ആണ്. വിച്ച് മീൻസ് റിമൈനിങ് 225 ആർ കോഫി ഡ്രിങ്കേഴ്സ്. സോ ഈ ഫൈൻഡിങ്സിൻ്റെ ബേസിൽ നമ്മൾക്ക് ആ പെർട്ടിക്കുലർ സിറ്റിയിൽ ടീയും കോഫിയും ഈക്വലി പോപ്പുലർ ആണോ എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ പ്രപ്പോർഷൻ ആൻഡ് പോപ്പുലേഷൻ പ്രപ്പോർഷൻ. സാമ്പിൾ പ്രപ്പോർഷനും പോപ്പുലേഷൻ പ്രപ്പോർഷനും തമ്മിൽ ഡിഫറൻസ് ഒന്നുമില്ല എങ്കിൽ ടീ ആൻഡ് കോഫി ആർ ഈക്വലി പോപ്പുലർ. അപ്പോൾ ആ പർട്ടിക്കുലർ സിറ്റിയിൽ ടീയും കോഫിയും ഈക്വലി പോപ്പുലർ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ദെൻ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ പ്രപ്പോർഷൻ ആൻഡ് പോപ്പുലേഷൻ പ്രപ്പോർഷൻ. ദാറ്റ് ഈസ് ടീ ആൻഡ് കോഫി ആർ നോട്ട് ഈക്വലി പോപ്പുലർ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ടൗൺ. സോ പി ബാർ നോട്ട് ഈക്വൽ ടു P0 എന്ന് നമ്മൾ H1 സെറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഓരോ ടേംസും എഴുതുന്നു. N ഈസ് ഈക്വൽ ടു 500. നമ്പർ ഓഫ് സാമ്പിൾസ് 500 ആണ്. പി ബാർ എന്ന് പറയുന്നത് പ്രപ്പോർഷൻ ഓഫ് ടീ ഡ്രിങ്കേഴ്സ് ആണ്. പ്രപ്പോർഷൻ ഓഫ് ടീ ഡ്രിങ്കേഴ്സ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 275 പേരാണ് ടീ ഡ്രിങ്കേഴ്സ്. സോ പി ബാർ ഈസ് ഈക്വൽ ടു 275 ഡിവൈഡഡ് ബൈ 500. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.55. ഇനി പി നോട്ട് കണ്ടുപിടിക്കണം. പി നോട്ട് എന്ന് പറയുന്നത് 0.50 ആണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രണ്ട് ഓപ്ഷൻസാണ് നമ്മൾക്ക് തന്നിട്ടുള്ളത്. ആ സിറ്റിയിൽ നിന്നും 500 പേരെ സെലക്ട് ചെയ്യുന്നു. ഒന്നുകിൽ ആ സാമ്പിൾസ് ടീ ഡ്രിങ്കേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ കോഫി ഡ്രിങ്കേഴ്സ് ആയിരിക്കും. ആൻഡ് ഈക്വലി പോപ്പുലർ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടീയും കോഫിയും ഈക്വലി പോപ്പുലർ ആണെങ്കിൽ അത് കിട്ടാനുള്ള പോസിബിലിറ്റി 0.5 ആയിരിക്കും. സോ പി നോട്ട് ഈസ് ഈക്വൽ ടു 250 ഡിവൈഡഡ് ബൈ 500. 500 പേരിൽ 250 പേര് ഈക്വൽ ആണെങ്കിൽ 500 പേരിൽ 250 പേര് ടീ ഡ്രിങ്കേഴ്സും 250 പേര് കോഫി ഡ്രിങ്കേഴ്സും ആയിരിക്കും. സോ പി നോട്ട് ഈസ് ഈക്വൽ ടു 250 ഡിവൈഡഡ് ബൈ 500. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.50. ഈ കേസിലും സാമ്പിൾ സൈസ് ലാർജ് സാമ്പിളാണ്. നമ്മൾ ഇസഡ് ടെസ്റ്റ് ഉപയോഗിക്കുന്നു. ആൻഡ് ഇറ്റ് ഫോളോസ് 2 tailed ടെസ്റ്റ്. ഇവിടെയും ക്വസ്റ്റ്യനിൽ നമ്മളോട് ഇൻക്രീസോ ഡിക്രീസോ ഒന്നും ചോദിച്ചിട്ടില്ല. അത് രണ്ട് ടീം കോഫിയും ഈക്വലി പോപ്പുലർ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 tailed ടെസ്റ്റ് ഫോളോ ചെയ്യുന്നു. ദെൻ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കാണാൻ വേണ്ടി ഇസഡ് ഈസ് ഈക്വൽ ടു പി ബാർ മൈനസ് പി നോട്ട് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ എന്നുള്ള ഫോർമുല യൂസ് ചെയ്യാം. സോ സ്റ്റാൻഡേർഡ് എറർ കാണുന്നതിന് വേണ്ടി സ്ക്വയർ റൂട്ട് ഓഫ് പി നോട്ട് ക്യൂ നോട്ട് ഡിവൈഡഡ് ബൈ എൻ എന്നുള്ള ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നു. സോ ആദ്യം ക്യൂ നോട്ട് കണ്ടുപിടിക്കുന്നു. ക്യൂ നോട്ട് ഈസ് ഈക്വൽ ടു 1 മൈനസ് പി നോട്ട്. പി നോട്ട് 0.50 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. സോ ക്യൂ നോട്ട് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.50. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.50. ദെൻ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കുന്നു. നമുക്ക് ഒബ്റ്റെയിൻഡ് വാല്യൂസ് സ്റ്റാൻഡേർഡ് എററിൻ്റെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് പി നോട്ട്, ദാറ്റ് ഈസ് 0.50 ഇൻറ്റു ക്യൂ നോട്ട്,
0.50 divided by n 500. That is equal to standard error in the value കിട്ടുന്നു square root of 0.0005. That is standard error is equal to 0.02236 എന്ന് കിട്ടുന്നു value. Then Z കാണാനുള്ള ഫോർമുല ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഈസ് ഈക്വൽ ടു P bar minus P naught whole divided by standard error. That is equal to P bar 0.55 minus P naught 0.50 whole divided by standard error 0.02236. So Z ന്റെ വാല്യൂ കിട്ടുന്നു Z is equal to 2.236. അപ്പോൾ ഇതാണ് നമ്മളുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ കാൽക്കുലേറ്റഡ് വാല്യൂ. സോ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡവും അതുപോലെ തന്നെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും കാണുന്നു. ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസഡ് ടെസ്റ്റ് ആയതുകൊണ്ട് ഇൻഫിനിറ്റി ആണ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5% ആണ്. അതുപോലെ തന്നെ ടേബിൾ വാല്യൂ ഓഫ് ഇസഡ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ ഇൻഫിനിറ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് ഇസഡിൻ്റെ ടേബിൾ വാല്യൂ 1.96 ആണ്. സോ കാൽക്കുലേറ്റഡ് വാല്യൂ 2.236 ടേബിൾ വാല്യൂ ആയിട്ടുള്ള 1.96നേക്കാൾ കൂടുതലാണ്. സോ നമ്മൾ ഡിസിഷനിലേക്ക് എത്തുന്നു. ദ ഡിസിഷൻ ഈസ് കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ഇസഡ് 2.236 ഈസ് ഗ്രേറ്റർ ദാൻ ദ ടേബിൾ വാല്യൂ 1.96 അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഫിനിറ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം. സോ വി റിജക്ട് H0 ആൻഡ് ആക്സെപ്റ്റ് H1. That is, tea and coffee are not equally popular in that particular town. P bar not equal to P0. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. താങ്ക് യു.